വെള്ളമുണ്ട മാവോയിസ്റ്റ് കേസിൽ ഒന്നാം പ്രതി രൂപേഷിന് 10 വർഷം തടവ്, 4-ാം പ്രതി കന്യാകുമാരിക്ക് 6 വർഷവും 7-ാം പ്രതി അനൂപ് മാത്യുവിന് 8 വർഷവും ശിക്ഷ വിധിച്ചു. കൊച്ചി NIA കോടതിയുടേതാണ് വിധി. SS ശരൺ ഉണ്ട് വിവരങ്ങൾ നൽകാൻ. ശരൺ, വിധി എന്താണ്? അതായത് ഈ വെള്ളമുണ്ട മാവോയിസ്റ്റ് കേസിൽ ഈ 4 പ്രതികളും കുറ്റക്കാരാണെന്ന് കഴിഞ്ഞ ദിവസം കൊച്ചി NIA കോടതി വിധിച്ചിരുന്നതാണ്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ 4 പേർക്കുമുള്ള ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഒന്നാം പ്രതിയായ രൂപേഷിന് 10 വർഷവും, 4-ാം പ്രതിയായ കന്യാകുമാരിക്ക് 6 വർഷവും, 7-ാം പ്രതിയായ അനൂപ് മാത്യുവിന് 8 വർഷവും, 8-ാം പ്രതിയായ ബാബുവിന് 6 വർഷവുമാണ് തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. എന്തായാലും നേരത്തെ ഈ 1-ഉം 4-ഉം പ്രതികൾക്കെതിരെ ഗൂഢാലോചന, തീവ്രവാദ പ്രവർത്തനങ്ങൾ തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയിരുന്നത്. 7-ാം പ്രതിയായ അനൂപിനും 8-ാം പ്രതിയായ ബാബുവിനുമെതിരെ തീവ്രവാദ സംഘടനയിൽ അംഗമായതിനും സഹായിച്ചതിനുമുള്ള കുറ്റങ്ങളാണ് ചുമത്തിയിരുന്നത്. ഇതിന് പുറമെ UAPA നിയമത്തിലെ 38, 39 വകുപ്പുകൾ ഇവർക്കെതിരെ ചുമത്തുകയും ചെയ്തിരുന്നതാണ്. എന്തായാലും നേരത്തെ ഈ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയതിന് പിന്നാലെ ശിക്ഷയിന്മേലുള്ള വാദം നടന്നിട്ടുണ്ട്. അപ്പോൾ പ്രധാനമായും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടിയത് ഈ കുറ്റക്കാരാണെന്ന് വിധിച്ച ശേഷവും പ്രതികളുടെ പ്രതികരണത്തിൽ യാതൊരുവിധ കുറ്റബോധവും ഇല്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പരമാവധി ശിക്ഷ ഈ പ്രതികൾ അർഹിക്കുന്നു എന്നുള്ള കാര്യം പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടുകയും ചെയ്തത്. ഇത് ശരിവെച്ചുകൊണ്ട് കൂടിയാണ് ഇപ്പോൾ 1-ാം പ്രതിയായ രൂപേഷിന് 10 വർഷം കൊച്ചി NIA കോടതി തടവ് വിധിച്ചിരിക്കുന്നത്. നേരത്തെ ഈ ശിക്ഷയിന്മേലുള്ള വാദം നടക്കുന്നതിനിടയിൽ പ്രതിഭാഗം ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി. അതായത് താൻ ആരെയും ഉപദ്രവിച്ചതായി കണ്ടെത്തിയിട്ടില്ല, NIA കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് രൂപേഷിന്റെ വാദമായി ഉണ്ടായിരുന്നത്. എന്നാൽ ഈ കേസിന് ആസ്പദമായ സംഭവം നമുക്കറിയാം. 2014 ഏപ്രിലാണ് ഈ സംഭവം നടക്കുന്നത്. ഈ മാവോയിസ്റ്റ് വേട്ടയിൽ സർക്കാരിനെ സഹായിച്ചുവെന്ന് ആരോപിച്ചുകൊണ്ടാണ് മാവോയിസ്റ്റ് സംഘം വെള്ളമുണ്ടയിലെ സിവിൽ പോലീസ് ഓഫീസറുടെ വീട്ടിലേക്ക് എത്തുന്നത്. തുടർന്ന് തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തുകയും മാവോയിസ്റ്റ് ലഘുലേഖകൾ വിതരണം ചെയ്യുകയും ചെയ്തു എന്നുള്ളതായിരുന്നു കേസിനാസ്പദമായ സംഭവം. തുടക്കത്തിൽ ലോക്കൽ പോലീസാണ് കേസ് അന്വേഷിച്ചത്. പിന്നീട് UAPA ചുമത്തിയോട് കൂടിയാണ് NIA കേസ് അന്വേഷണം ഏറ്റെടുത്തിരുന്നത്. ശരി, SS ശരണാണ് വിവരങ്ങൾ നൽകിയത്.